അങ്ങനെ മദ്രസയിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ കുട്ടീൻ്റെ മുഖത്ത് കാണുന്നത് കേട്ടോ. ഓള് എന്താ ക്ലാസ് പൂട്ടിയിട്ടൊന്നുമില്ല, മദ്രസ പൂട്ടിയിട്ടൊന്നുമില്ല, പക്ഷേ എക്സാം കഴിഞ്ഞു. എന്നാൽ തന്നെ കുറച്ച് റിലാക്സ് ആണല്ലോ. പിന്നെ ഇപ്പോൾ നബിദിനത്തിൻ്റെയൊക്കെ ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ്. ഇനി അങ്ങോട്ട് വല്ലാതെ ഇങ്ങോട്ട് പഠിപ്പിക്കൽ ഉണ്ടാവില്ല, കുറവായിരിക്കും. കാര്യമായിട്ട് പാട്ടിൻ്റെ ഓരോ കാര്യങ്ങളും നബിദിനത്തിനനുബന്ധിച്ചുള്ള കുറേ സംഗതികളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഓള് പരീക്ഷ കഴിഞ്ഞതിൻ്റെ ഒരു റിലാക്സിലാണ്. പിന്നെ ഇന്ന് ലാസ്റ്റ് പരീക്ഷ ആയതുകൊണ്ട് വേഗം പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊക്കെ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. എണീറ്റിട്ട് കുക്കറിൽ ചെറുപയർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിക്കുള്ള കറിയായിട്ട് പിന്നെ അതാ പൊടിയെടുത്ത് കലക്കി പാരുകയാണ് കേട്ടോ. അപ്പോൾ പത്തിരി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ വെയ്യപ്പോൾ ഇതാ ഞാൻ കണ്ട് കലക്കി. ഇതിപ്പോൾ അധിക ദിവസം ഇപ്പോൾ ഇതായതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പറയണില്ല. അപ്പം പൊടി ഉണ്ടായാൽ പിന്നെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പുട്ടുപൊടി ഉണ്ട്, പക്ഷെ നമ്മൾ പുട്ടും തൂക്കി ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മളിവിടെ അടുത്തുള്ള കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിപ്പം എൻ്റെ ഹസ്ബൻഡിനെ അറിയുന്നൊരു കടയിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വിചാരിച്ച അത്ര വലിപ്പമുള്ളത് കിട്ടിയില്ല, പറ്റി ചെറുതായിരുന്നു. അപ്പോൾ ഞാൻ അത് ഒരു 2 ദിവസം കൊണ്ട് എത്തിച്ചേരാം, വീട്ടിൽ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കരുതി വന്നിട്ട് മതി എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നൊരു കടയാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഓരോ എങ്ങനെ ചുടുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ചെറുപയർ കറി തൂമിച്ചെടുക്കുകയാണെങ്കിൽ ചെറുപയർ കറിയൊക്കെ വെള്ളം കുറച്ച് കുറഞ്ഞു എന്നൊരു ഡൗട്ട്. വേവ് കുറച്ച് കുറവായിരുന്നു, കുറച്ച് അടിയിൽ പിടിച്ച പോലെ കുക്കറിൽ കേട്ടോ. വേവ് എനിക്ക് തോന്നുന്നു വെള്ളം വറ്റിയതാവും. ഞാൻ വെള്ളം ഒഴിച്ചത് കുറച്ചും ചിലപ്പോൾ കുറവായതുകൊണ്ടായിരിക്കും വെള്ളം വറ്റിയിട്ടുണ്ട്. ചെറിയൊരു മണം ഇങ്ങനെ നമുക്ക് വിസിൽ വന്നപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഓഫാക്കിയതാണ് കേട്ടോ. എന്നാലും തൂമിച്ച് ഒന്ന് ഉടച്ച് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല, വെന്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ വേവുന്ന ആ ഒരു വേവ് വന്നിട്ടില്ല. ഞാൻ വേഗം ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ടുകൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മറ്റേ പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടാണ് തൂമിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. ഇതും യൂണിഫോമൊക്കെ മാറ്റി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് വിശക്കുന്നുണ്ട്, നല്ല വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മദ്രസ എപ്പോഴാണോ വിട്ട് വരുന്നത് അപ്പോൾ ഫുഡ് വേണം. അപ്പോൾ അങ്ങനെയാണ് ടൈം. മറ്റേത് 8:30 8:45 ആവുള്ളൂ മദ്രസ വിട്ട് വരാൻ. പക്ഷേ അതുവരെ വിശപ്പൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ 7:00 8 മണിക്ക് എത്തിയാൽ അപ്പോൾ തന്നെ വിശക്കും കേട്ടോ. ഞാൻ വേഗം കറിയൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണം. വെള്ളം വറ്റിയതുകൊണ്ട് കുറച്ച് കൂടുതൽ പിന്നെ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. ഒന്ന് ഉടയാനും ഒക്കെ വേറൊരു കോല് ഇന്ന് കിട്ടാന്ന്. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ ഒരു 5 മിനിറ്റ് വേവട്ടെ, അത് ഒന്ന് റെഡി ആവട്ടെ, ഈ അവിടെ ഒന്ന് ക്ഷമിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ അപ്പുറത്തെ അടുപ്പത്ത് നമുക്ക് അപ്പം ചുടുന്നുമുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് നിൽക്കുന്ന ഇതുമുന്നോട് പറഞ്ഞപ്പോൾ അങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പമൊക്കെ റെഡി ആക്കിയിട്ട് പിന്നെ വന്ന് നോക്കിയപ്പോൾ കാണാനില്ല കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ മുന്നിലുണ്ട് രണ്ടാളും കൂടി നഖം വിട്ടാണ്. ഇതുമുന്നേ സ്കൂളിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആട്ടോ. നഖം ചെറുതായിട്ടൊന്ന് വലുതായത് തന്നെ മാഷ്മാർ നോക്കും, ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വന്ന ടീച്ചറും മാഷൊക്കെ നോക്കും. നഖം കട്ട് ചെയ്യാഞ്ഞാൽ പറയും. അതേപോലെ തന്നെ നമ്മൾ എന്നും അയൺ ചെയ്ത ഡ്രസ്സൊക്കെ നല്ല നീറ്റായിട്ട് അയൺ ചെയ്ത് സെറ്റാക്കി പോകണം കേട്ടോ. അപ്പോൾ അതൊരു എനിക്ക് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ എല്ലാ ആഴ്ചയൊന്നും ആവണ്ട, അവള് ഒരാഴ്ച തന്നെ 2 പ്രാവശ്യമൊക്കെ കട്ട് ചെയ്തിട്ട് ഈ നഖം കട്ട് ചെയ്യുക ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അതാ എൻ്റെ ഹസ്ബൻഡായിട്ട് ചെയ്തിട്ടുണ്ട്. 3 ആളും മൂപ്പർ തന്നെയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ അറിയാറില്ല. ഈ ഒരു പിന്നെ നഖം വെട്ടി കൊടുക്കുന്നതും ചെരുപ്പൊക്കെ അവരെ സ്കൂളിലൊക്കെ വന്ന ചെരുപ്പൊക്കെ കേക്ക് വൃത്തിയാക്കി വെക്കുക, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ മൂപ്പരനായിട്ട് ചെയ്യാറില്ല. പിന്നെ വലുതായതിന് ശേഷമാണ് മോളും നീനൊക്കെ ഒന്ന് ഗ്യാപ്പിട്ടത്. ഇപ്പോഴും ഞാൻ ചിലപ്പോൾ എൻ്റെ കാൽമത്തൊക്കെ നഖം നിങ്ങൾക്ക് വെട്ടിത്തരും വെച്ചാൽ മൂപ്പരനെ കേട്ടോ വെട്ടിത്തരലൊക്കെ. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും ഞാൻ റെഡി ആയിട്ട് അപ്പോൾ റെഡിയാക്കി കൊടുത്തു. ഇതുമൂന്നുള്ളത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ എൻ്റെ ഹസ്ബൻഡിനുള്ളതാട്ടോ. ഇന്നത്തെ ചെറുപയർ കറി മൂപ്പർക്കും അത്രയ്ക്ക് ബോധിച്ചിട്ടില്ല. ഇതെന്തത് വേറൊരു കോലം, മമ്പയറിൻ്റെയൊക്കെ പോലെ, മമ്പയറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് എന്നൊക്കെയാണ് മൂപ്പർ പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞാൽ അതെന്ത് സ്പെഷ്യലാക്കി വെച്ചതാണെന്നൊക്കെ പറഞ്ഞു. നമുക്ക് വീണടം എന്തോ പറയല്ലോ അതാണ്. അപ്പോൾ എന്നാലും ഞാനതൊക്കെ കൊടുത്തു. പിന്നെ ഇതുമൂന്ന് കൊണ്ടുപോകുന്നതും തന്നെയാണ് കേട്ടോ. ദോശയും ചെറുപയർ കറിയുണ്ട്. അതിൽ ഞാൻ ബീഫ് ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു, അത് ചൂടാക്കി സെറ്റാക്കി കൊടുത്തു കേട്ടോ. പിന്നെ ഓൾ റെഡിയായി. പിന്നെ അതൊന്ന് പാക്ക് ചെയ്തതാ ഓൾ ഇറങ്ങി, സ്കൂൾക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തോ 2-3 പൂച്ചകൾ കടിപിടി കൂടുന്നുണ്ട്. അപ്പോൾ കല്ലെടുത്ത് എറിയാനായിട്ട് എൻ്റെ ഹസ്ബൻഡ്. പിന്നെ ഇതും ഇറങ്ങി സുന്ദരിയായിട്ടുണ്ട്. യൂണിഫോമൊക്കെ ഈ ഒരു മൊക്കന അയൺ ചെയ്ത് സെറ്റാക്കാനായിട്ടോ വലിയ പാട്. അങ്ങനെ ഓൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഞാനവിടെ ഒരു വളവ് തിരിയണ വരെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഒരു ടാറ്റ ബേബിയൊക്കെ പറയാതെ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ടാറ്റ കൊടുക്കാതെ ഞാനെങ്ങാൻ അടുക്കളയ്ക്ക് പോയാൽ അത് തീർന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുവരെ വെയിറ്റ് ചെയ്ത് ടാറ്റയൊക്കെ കൊടുത്തിട്ട് നേരെ നമ്മൾ അലക്കാനുള്ളതൊക്കെ ഇടുന്നുണ്ട്. ഇതിപ്പോൾ തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. തിങ്കളാഴ്ച നമുക്ക് വെള്ള ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല, കാരണം ശനി ഞായർ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് കളർ ഡ്രസ്സൊക്കെ വെള്ള ടൈപ്പ് ഉണ്ടാവും. ഞാൻ ഇനി യൂണിഫോമൊക്കെ വന്ന് ഇന്ന് മുതലാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനത് അലക്കാനുള്ളതൊക്കെ
ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കി വെച്ചതുണ്ട്. അത് പിന്നെ രാത്രി എന്തായാലും ഞാൻ കിച്ചണിലത്തെ പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് അലക്കും. അടുക്കളയിൽ എപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ അലക്കാനെങ്കിലൊക്കെ എടുത്തിടും കേട്ടോ. ആ സമയത്തേ ചെയ്യാറുള്ളത്. ബാക്കി ഞാൻ അങ്ങോട്ട് പിന്നെ ബെഡ്റൂമിക്കോ അല്ലെങ്കിൽ നമ്മൾ സിറ്റൗട്ടിക്കോ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ അലക്കുള്ള സമയം ഞാൻ മറക്കും. അപ്പോൾ കിച്ചണിൽ എപ്പോഴാണ് നിൽക്കുന്നത് ആ സമയത്ത് നമ്മൾ അലക്കലൊക്കെ അങ്ങനെ നടത്തലാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങനെ തീർക്കും. അങ്ങനെ എന്തായാലും ഇതാ അല്ലെങ്കിൽ ഉണങ്ങിയതൊക്കെ കൊണ്ടുപോയിട്ട് വിരിച്ചിടുകയാണ്. പിന്നെ ഇവിടെ കുറച്ച് തുണികളൊക്കെ ഉണ്ട്, ജസ്റ്റ് ഉണങ്ങിയിട്ടില്ല. ഉണങ്ങാത്ത തുണി ഞാനൊന്നും എടുത്തിട്ടില്ല. ചെറുതായിട്ടൊരു തണുപ്പുണ്ട് കേട്ടോ. ഇന്നും ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു നിൽക്കാതെയുള്ള മഴയൊക്കെ മാറിയില്ലേ, ഭയങ്കര മഴയില്ലായിരുന്നു, അതൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പം ഏതായാലും വെയിൽ ഇടയ്ക്ക് വരും, ചെറിയൊരു പാറ്റിലും മഴയിലൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പാത്രം കഴുകാനൊക്കെ നിന്നത് കേട്ടോ. അപ്പോൾ ഒക്കെ ഒഴിവാക്കി ഫ്രിഡ്ജിൽ കുറച്ച് അതും ഇതും നമ്മളിങ്ങനെ പിന്നെ കളയാനങ്ങോട്ട് തോന്നാത്ത കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ കളയേണ്ടത് പിന്നെ അതെടുത്ത് കളയുമല്ലോ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കി. പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു സിങ്ക് നിറയെ പാത്രം കഴുകാനുണ്ടായിരുന്നു. നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ കാര്യമായിട്ട് 2-3 ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയ പാത്രങ്ങളും ചായ ഉണ്ടാക്കിയ പാത്രം അതൊക്കെയാണത്. അതൊക്കെ കൂടെ ഇട്ടിട്ട് ഒന്ന് മൊത്തത്തിൽ അങ്ങോട്ട് പിന്നെ പാത്രം കഴുകി വൃത്തിയാക്കുകയാണ്. അത് ഇന്നിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ബീഫ് ഉണ്ട് കേട്ടോ ഓൾറെഡി. അപ്പോൾ ഞാൻ ആ ബീഫ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് കറിയൊന്നും ഉണ്ടാക്കണ്ട, അപ്പോൾ അതന്നെ മതി എന്ന് വിചാരിച്ച് മീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ബീഫ് അങ്ങോട്ട് തീർന്നോട്ട് 2 ദിവസമായി ഫ്രിഡ്ജിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇന്നലെ കല്യാണമൊക്കെ ആയതുകൊണ്ട് പിന്നെ ഉപയോഗിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അത് ഞാൻ കരുതി അതങ്ങോട്ട് തീർക്കാമെന്ന്. അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയാക്കി കിച്ചണ് സൂപ്പർ കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ ഈ ഒരു ഫിൽറ്റർ വെക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നത്. 2-3 മാസമായി എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയുന്നത് നമുക്കത് വെക്കണം. ഇനിയിപ്പോൾ മഴയൊക്കെ ആകുമ്പോൾ മഞ്ഞപ്പിത്ത സംഭവങ്ങളൊക്കെ കൂടുമല്ലോ, അപ്പം അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഓരോരോ കാര്യങ്ങൾ കൊണ്ട് അങ്ങ് നീട്ടി പോയി. ഇതിപ്പോൾ ഇന്നാണ് ഇപ്പം റെഡി ആയത് കേട്ടോ. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ് അതെവിടെ വെക്കേണ്ടത്, എത്ര ഹൈറ്റിൽ വെക്കണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ നമുക്കൊരു പാത്രം, ഒരു വെള്ളപ്പാത്രം നിറക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അതിനനുസരിച്ചുള്ള ഹൈറ്റിന് വെച്ചാളേ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ജഗ്ഗൊക്കെ വെച്ച് നോക്കിയിട്ടാണ് കേട്ടോ അത് വെക്കുന്നത്. നമുക്ക് വെള്ളം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. നമുക്ക് എപ്പോഴും ജഗ്ഗിലൊക്കെ ഇങ്ങനെ വെള്ളം നിറക്കേണ്ടി വരുമല്ലോ. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നാലും അങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനനുസരിച്ചുള്ള ഹൈറ്റ് നോക്കിയിട്ടാണ് വെക്കുന്നത് കേട്ടോ. കുറേ ദിവസമായി ഇതിങ്ങനെ പറയണേ, അവസാനം എന്തായാലും നടന്നു. ആദ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന് വാങ്ങാം ഈ ഒരു ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഓൺലൈനിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, ആമസോണിലും ഒക്കെ. പക്ഷേ അങ്ങോട്ട് പിന്നെ വിചാരിച്ച പോലെ അങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു നമുക്ക് നല്ലത് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നമുക്ക് നമ്മളെ അടുത്തുള്ള മൈജിന്നോ അല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങാമായിരിക്കും നല്ല. പെട്ടെന്നൊക്കെ എന്തെങ്കിലും പ്രശ്നം വരാനും വാങ്ങാൻ അങ്ങനെയൊക്കെ നല്ലത് നമുക്ക് അടുത്ത ഷോപ്പിൽ നിന്ന് വാങ്ങില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവസാനം ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടോ. അപ്പോൾ ഈ ഒരു ഹൈറ്റിലാണ് വെച്ചിട്ടുള്ളത്. നമ്മളൊരു ജഗ്ഗൊക്കെ ഞാനൊരു ജഗ്ഗിൻ്റെ പാകത്തിനാക്കി കറക്റ്റാക്കി വെച്ചതാണ്, കറക്റ്റ് സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു 2 ഇതാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, ഫ്ലഗ് കുത്താനുള്ള 2 സംഭവങ്ങളാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിന് നിൽക്കാനുള്ള സ്ഥലമില്ല ഗുയ്സ്. അവിടെ മിക്സിയും ആ ഒരു ഫിൽറ്ററും വെക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ വേസ്റ്റിൻ്റെ പോകാനുള്ള വയർ ഞാനും ഇങ്ങോട്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ അവിടെ ഒരു വയർ ഇനി ഉണ്ടാവും. അങ്ങനെ ഇതിങ്ങനെ വെച്ച് പോയതിന് ശേഷം മൂപ്പരിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഒന്ന് വെള്ളം ഇങ്ങനെ നിറഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ ഓണാക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് അങ്ങനെ വെള്ളം ആയി വരുന്നുണ്ട്. ചെറിയൊരു സൗണ്ടും മൂളക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനതാ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയതാണ്. ജഗ് വെച്ചിട്ട് വെള്ളം എടുക്കുമ്പോൾ എത്ര ഹൈറ്റ് ഉണ്ടാവും എന്നൊക്കെ ഉള്ള അങ്ങനെ നോക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിവാക്കി കളഞ്ഞതാണ്. കുറേ നേരം മുപ്പര് അതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു. ആ വയറ് വെച്ച് ശരിയായിട്ടുണ്ടോ, ഈ വയറ് വെച്ച് ഭയങ്കര എന്താ പറയുക ഒരു പണിയെടുത്ത് പോയാൽ ഭയങ്കര രസമാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും കറക്റ്റാണോ നോക്കുമില്ല എന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ വിളിച്ചിട്ട് അത് റെഡിയാക്കി വയ്ക്കും. അങ്ങനെയൊക്കെ ഒരു പരിപാടികളാണ് കേട്ടോ മുപ്പത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഇൻഡക്ഷൻ കുക്കറിന് ഇവിടെ 2 ഫ്ലഗാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി മിക്സി ഇവിടെ നിന്നോട്ടെ എന്ന് കരുതി നമുക്ക് അടുപ്പിൻ്റെ ഈ സംഭവമൊക്കെ നമുക്ക് നമ്മുടെ അടുപ്പിൻ്റെ അടുത്തേക്ക് തന്നെ വെക്കാം. ഗ്യാസ് അടുപ്പും കറണ്ട് അടുപ്പും ഒരു സൈഡിൽ തന്നെ നിന്നോട്ടെ എന്ന് കരുതി. പിന്നെ നമുക്ക് എല്ലാം കൂടെ മിക്സി അങ്ങോട്ട് വെക്കണേക്കാണ് നല്ലത്. എനിക്ക് തോന്നി ഇൻഡക്ഷൻ കുക്കർ അങ്ങോട്ട് വെക്കുക തന്നെയാണ് എന്ന്. കുക്കിംഗ് പരിപാടികളൊക്കെ അവിടെ അങ്ങോട്ട് തീർന്നോളൂ അല്ലേ. ഇനിയിപ്പം അങ്ങനെ വിചാരിച്ച് ഞാനിങ്ങനെ വെച്ചിട്ടില്ല, വെക്കണം. ജസ്റ്റ് നമുക്കവിടെ മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ പിന്നെ ഞാൻ ഉച്ചക്കത്തെ പറഞ്ഞില്ലേ ബീഫ് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞ് ഒരു കറിയാക്കി എടുക്കുകയാണ് കേട്ടോ. അതിനുള്ള ഉള്ളി എടുത്തിട്ട് കുഞ്ഞാക്കി അരിയുന്നുണ്ട്. പിന്നെ അത് അടുപ്പത്ത് വെച്ച് തീയൊക്കെ കത്തിച്ച് അടുപ്പത്ത് വെച്ച് അവിടെ കണ്ടോ പിന്നെ ഒരു ഫ്ലഗ് കണ്ടില്ലേ ആ ഒരു സൈഡിൽ അവിടെയാണ് നമ്മൾ മിക്സി ഉണ്ടായിരുന്നത്. അതേപോലെ പിന്നെ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറും വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പോൾ അവിടെയൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ വെക്കാം അല്ലേ. ഇനി ആ ഭാഗമൊക്കെ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് മൊത്തത്തിൽ
ക്ലീൻ ആക്കുക എന്നല്ല, അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഭംഗിയാക്കി എന്തെങ്കിലും ഒരു സ്റ്റാൻഡോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുപ്പിയും കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ ഒന്ന് സെറ്റ് ആക്കണം എന്നൊക്കെ മനസ്സിൽ പ്ലാൻ ഉണ്ട്. ഓരോന്ന് മീഷോയിലോ അല്ലെങ്കിൽ ആമസോണിലൊക്കെ നോക്കിയിട്ട് നല്ല സാധനങ്ങൾ ഉണ്ടോ എന്നൊക്കെ നോക്കി വാങ്ങി സെറ്റ് ആക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഞാൻ ഉള്ളിയൊക്കെ വാടാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് വാട്ടി എടുക്കുന്നുണ്ട്. പിന്നെ പിന്നെ ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇത്രയും ബീഫ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് അതങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബീഫ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് മമതേന്ന് ചപ്പാത്തി ബാഗ് കൊണ്ടുവന്നു കേട്ടോ. ഇനിയിപ്പോൾ ചോറ് വെക്കണ്ടെന്ന് പറഞ്ഞേ. അങ്ങനെ ഇന്നലെയൊക്കെ കല്യാണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ചോറ് കൂടുതൽ അങ്ങനെ കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാരില്ല ഇവിടെ. അപ്പം നമ്മൾ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മൂപ്പർക്കും എനിക്കൊക്കെ ചപ്പാത്തി ചൂടാണ് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. ഈ ഒരു ചപ്പാത്തി നല്ല ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തിക്കും. പിന്നെ ഇതുമ്മൂൻ്റെ ബീഫ് ചൂടാക്കിയ ചട്ടിയാണത്. അത് കഴുകാൻ അതങ്ങോട്ട് വെച്ചതാണ്. ഞാൻ കഴുകിയപ്പോൾ എടുത്ത് മറന്നതായിരിക്കും, ഇപ്പോഴാണ് കണ്ടത്. പിന്നെ ഇതാ തൈരുണ്ട് കേട്ടോ. തൈർക്ക് ഞാൻ സലാഡ് പോലെ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതുക്കിയതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കടയിൽ പോയപ്പം പുളീൻ്റെ വലിയ പാക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മീൻ വാങ്ങിയപ്പം ഞാൻ പറഞ്ഞ മുളക് ഇടാൻ പുളി ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം. എന്തായാലും ഞാൻ വേഗം ചപ്പാത്തിയൊക്കെ ചൂടാക്കിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ഞാനും അതിനെ കഴിക്കാമെന്ന് വിചാരിച്ചു. മൂപ്പർക്ക് ബീഫ് മാത്രം മതിയാണോ. രാവിലത്തെ ചെറുപയർ വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞു. തൈരൊക്കെ കൂടി തൈരുണ്ടെങ്കിൽ തന്നെ മൂപ്പർക്ക് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ പാവക്ക ഉപ്പേരി വെക്കാനുള്ള സാധനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവിടെ പണിക്കാർ അവിടെ കിടന്ന് ഇങ്ങനെ കുറച്ച് നേരം നിന്ന് പണിയുള്ളതുകൊണ്ട് നമുക്ക് അവിടെ വെച്ചിട്ട് അരിയാനോ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് ഇനിയിപ്പോൾ വെജിറ്റബിൾസ് ആണ്. ഇവിടെ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം അവിടെ പണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ അടുക്കളയിൽ നിന്ന് പണിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ഉപ്പേരി വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഇതാ വെള്ളം എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊലിവാണ് കേട്ടോ. ഇങ്ങനെ കാണിച്ചിട്ട് വലിയ ജാട കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. പുതിയ സാധനം വാങ്ങിയതിൻ്റെ ഒരു പൊലിവ് കാട്ടുകയാണ്. അതിൽ നിന്ന് വെള്ളം നിറച്ചു. ഇനിയിപ്പം നമുക്കിങ്ങനെ ചൂടാക്കണ്ട. കറണ്ട് അടുപ്പുമ്പോൾ ഇങ്ങനെ ചൂടാക്കി തിളപ്പിച്ച് വെക്കൊന്നും വേണ്ടല്ലോ. ഇത് തന്നെ ഉണ്ടാകുമ്പോൾ നമുക്കിപ്പോൾ മിനറൽ വാട്ടറൊക്കെ കുടിക്കുന്ന ആ ഒരു രീതിയാണല്ലോ. അപ്പോൾ അതെന്തായാലും ഇപ്പോൾ സമാധാനം. ഉപ്പരൊന്നും ചൂടാക്കൊന്നും വേണ്ട, അങ്ങനെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പർക്ക് അത് കൊണ്ടു കൊടുത്തു. ഞാനിതാ ഒരു ചപ്പാത്തിയും പിന്നെ കുറച്ച് ചെറുപയറും ബീഫൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മധുരമില്ലാത്ത ഒരു കട്ടൻ ചായ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അറിയാമല്ലോ, നമ്മൾ രാവിലെ ചായ മാത്രം കുടിച്ചിട്ട് അങ്ങോട്ട് നിർത്തലാണല്ലോ. അപ്പോൾ ഞാൻ ഉച്ചക്ക് ഇതാ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ചൊരു ഹെവി ആയിട്ട് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ഈ ഒരു രീതിയിൽ തന്നെ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഒന്നും മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അധികം ഹെവി ആയിട്ട് ഒരുപാട് ഫുഡൊന്നും കഴിക്കുന്നില്ല. എന്നാലും എന്താ അറിയില്ല, വെയിറ്റ് മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇനി വൈകുന്നേരം വരുള്ളൂ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, പാത്രമൊക്കെ കഴുകി. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വലിയ വിശേഷങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, പോയി കിടക്കാന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ.